എൻ്റെ മുമ്പിലിരിക്കുന്നവർ ധാരാളമായി വായിക്കുന്നവരും വളരെയധികം അറിയുന്നവരും ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ചടുലമായി ജീവിതത്തെ നോക്കിക്കാണുന്നവരുമാണ്. നിങ്ങളുടെ മുമ്പിൽ നമുക്കുണ്ടാകേണ്ട രാഷ്ട്രീയ ജനാധിപത്യ ബോധത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മനുഷ്യൻ ഒരു അത്ഭുതകരമായ എൻറ്റിറ്റിയാണ്. ഈ മനുഷ്യനെ നമുക്ക് ഏത് രൂപത്തിലും പരിവർത്തിപ്പിച്ചെടുക്കാം. ആ പരിവർത്തനത്തിൻ്റെ ആസക്തിയെ പല രൂപത്തിലാണ് മനുഷ്യർക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. അത് സമൂഹമാവാം, കുടുംബമാവാം, വ്യക്തിയാവാം, മതമാവാം, രാഷ്ട്രീയമാവാം, എല്ലാം. ഞാനീ പറഞ്ഞതിൽ പൊളിറ്റിക്സ് എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ പ്രതലങ്ങളിലേക്കും വികസിപ്പിച്ച് നമ്മുടെ കോൺഷ്യസിനെ, നമ്മുടെ ബോധത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, രാഷ്ട്രീയ ബോധം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃത്യമായി ഓരോ ദിവസവും നമ്മുടെ ഓരോ ശ്വാസനിശ്വാസങ്ങളിലും നമുക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാകണം. ഈ ഒരു രാഷ്ട്രീയ ബോധം നിങ്ങൾക്കുണ്ടാകരുത് എന്നാണ് പലരും ഈ ലോകത്ത് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ ബോധമുണ്ടായാൽ കുട്ടികൾ പ്രതികരിക്കും, കുട്ടികൾ പ്രതിരോധിക്കും, അവർ പ്രതിരോധ സജ്ജമാവും. രാഷ്ട്രീയ ബോധമില്ലാതെ ജടിലമായ, പാരലൈസ്ഡായ, ഇൻ്റലക്ച്വലി പാരലൈസ്ഡായ ഒരു സമൂഹമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്നാണ് ലോകത്ത് മതവിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങൾ മുഴുവൻ മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വളരെ പെട്ടെന്ന് സാധിക്കും. അല്ലാമ ഇക്ബാൽ, ഇന്ത്യയുടെ ഫിലോസഫർ, അല്ലാമ ഇക്ബാലിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സംസാരമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഫറോവ എന്തിനാണ് കുട്ടികളെ കൊന്നത്? ഫറോവയ്ക്ക് വേണമെങ്കിൽ ഒരു സർവകലാശാല സ്ഥാപിച്ചാൽ മതിയായിരുന്നല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫറോവ എന്തിനാണ് കുട്ടികളെ കൊന്നത്? വൈ ഫറോവ കിൽഡ് ഓർ വൈ ഫറോവ ലോഞ്ച്ഡ് എ റൂത്ത്ലെസ് മാസക്കർ അപ്പോൺ സ്റ്റുഡൻസ്? കുട്ടികൾക്ക് മുകളിൽ ദയയില്ലാത്ത ഒരു കൊലപാതക പരമ്പര എന്തുകൊണ്ട് ഫറോവ ആരംഭിച്ചു? അദ്ദേഹത്തിനൊരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചാൽ മതിയായിരുന്നല്ലോ എന്നാണ്. യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതോടുകൂടി അവർക്കൊരു സിലബസ് ലഭിക്കും. സിലബസ് വരുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചിന്തയെ ആ സിലബസിൻ്റെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാം. നിങ്ങളെ തിന്മയിലേക്കും നന്മയിലേക്കും ധർമ്മത്തിലേക്കും അധർമ്മത്തിലേക്കും സത്യത്തിലേക്കും നീതിയിലേക്കും നിങ്ങളെ ഏത് വഴിമാർഗത്തിലേക്കും നിങ്ങളെ വഴിതിരിച്ചുവിടാൻ സാധിക്കുന്ന വിധത്തിലാണ് അധ്യയനത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അവിടെ നിങ്ങളൊരു പുതിയ ബോധത്തിലേക്ക് വരും. ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഒരു സ്കാറ്റേർഡ് കമ്മ്യൂണിറ്റിയാണ്. ജീവിതത്തിൽ നാം തുറന്നു വെക്കുന്ന ഇൻസ്റ്റഗ്രാം, നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൊഫൈലും ഇൻസ്റ്റഗ്രാമിൻ്റെ സ്ട്രാറ്റജികളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ ആശയരഹിതമായ വ്യക്തികളായി മാറും. കുടുംബം വേണ്ട, സമൂഹം വേണ്ട, മതം വേണ്ട, രാജ്യം വേണ്ട, നമുക്ക് ഇൻഡിവിജ്വലിസത്തിൽ വിശ്വസിക്കാം. ലോകത്ത് ഏറ്റവും വലിയ ആധുനിക ലോകത്ത് വിദ്യാർത്ഥി തലമുറയെ ഏറ്റവും ശക്തമായി ബാധിച്ച പ്രത്യയശാസ്ത്രമാണ് ലിബറലിസം എന്ന് പറയുന്നത്. ലിബറലിസത്തിൻ്റെ പിതാക്കൾ എന്നറിയപ്പെടുന്ന ജോൺ ലോക്ക് ആൻഡ് ഡേവിഡ് ഹ്യൂം, ഈ രണ്ടാളുകളും ആദ്യം രാഷ്ട്രീയത്തെ ആക്രമിച്ചവരാണ്. നിങ്ങൾ ശരിക്കും പഠിക്കണം. ഈ പ്രൊഫൈൽ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ലോകത്ത് ലിബറൽ വാദം കടന്നു വരുമ്പോൾ അവരാദ്യം ആക്രമിച്ചത് രാഷ്ട്രീയത്തെയാണ്. രാഷ്ട്രീയ തത്വസംഹിതകൾക്ക് ഒരിക്കലും മനുഷ്യനെ നിയന്ത്രിക്കാൻ അവകാശമില്ല എന്ന വാദവുമായിട്ടാണ് അവർ കടന്നു വന്നത്. ജോൺ ലോക്കിൻ്റെ ദ ലെറ്റേഴ്സ് കൺസേണിംഗ് ടോളറേഷൻ എന്ന പ്രഭാഷണം, അത് പുസ്തകമായപ്പോൾ അദ്ദേഹം അതിൽ എഴുതി വെച്ചത് ലിബറലിസം ഇസ് എ റിലിജൻ വിച്ച് ഇസ് അഗെയിൻസ്റ്റ് ഓൾ ദ റിലിജൻസ് ഓഫ് ദിസ് വേൾഡ് എന്നാണ്. ആ ആശയം പറയുന്നതിന് തൊട്ട് മുമ്പ് ജോൺ ലോക്ക് ലോകത്തിൻ്റെ മുമ്പിൽ പറഞ്ഞത് നമുക്ക് ഭരണകൂടം വേണ്ട എന്നാണ്. ഭരണകൂടം, രാജ്യം, ഭരണം, ജനാധിപത്യം, ബഹുസ്വരത, നയതന്ത്രം, ഈ പ്രൊഫൈൽ പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് മൈൻഡ് സെറ്റ്, നയതന്ത്രപരമായ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടാകണം. ലോകത്തിൻ്റെ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ, ആശയങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, പ്രഭാഷണങ്ങൾ, പുസ്തകങ്ങൾ നമ്മളെ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുപോകുന്ന സെറോട്ടോണിനും ഡോപ്പമൈനും ഓക്സിറ്റോസിനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഹ്യൂമൻ മെറ്റബോളിസത്തിൽ നിന്നാണ് മനുഷ്യന് സമാധാനമുണ്ടാകുന്നത് എന്ന് പഠിപ്പിക്കുന്ന ലിബറൽ പ്രത്യയശാസ്ത്രം മനുഷ്യർക്ക് മതം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിൻ്റെ മുമ്പിൽ ഐ ആം എൻ ഐഡിയോളജിക്കൽ പേഴ്സൺ. പ്രൊഫൈലിന് വന്ന നിങ്ങളെല്ലാവരും ഞാനൊരു ഐഡിയോളജിക്കൽ പേഴ്സണാണ്. ഇന്ന് എന്താണ് ലിബറൽ ലോകം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഒരു ഐഡിയോളജി രഹിതമായ,
പ്രത്യയശാസ്ത്രരഹിതമായ ഡെമോക്രാറ്റിക് മൈൻഡ് സെറ്റ് ഇല്ലാത്ത എക്സിബിഷനിസവും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രം ജീവിതം ചെലവഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകണമെന്നാണ് ലോകത്തുള്ള ബഹുഭൂരിപക്ഷം പ്രത്യയശാസ്ത്രങ്ങളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത, എൻ്റെ ആലോചന, എൻ്റെ ശേഷികൾ, എൻ്റെ ശേമുഷികൾ, ഇതെല്ലാം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് നന്മയുടെ രാഷ്ട്രബോധത്തിനായിരിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ചരിത്രത്തിലേക്ക് നിങ്ങൾ കടന്നുപോയി നോക്കൂ. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ഏറ്റവും വലിയ നേതാവാണ്. മൗറീഷ്യസിൽ, ജർമ്മനിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ നമുക്ക് കാണാൻ സാധിക്കും. മഹാത്മാഗാന്ധി മുസോളിനിയുമായിട്ട് ഒരു അഭിമുഖം നടത്തുന്നുണ്ട്. ആ അഭിമുഖത്തിന് ശേഷം മഹാത്മാഗാന്ധി പറയുന്നത്, ഒരിക്കൽ പോലും ഏകാധിപത്യത്തോട് നമ്മൾ സമം ചേരില്ല, ഏകാധിപത്യത്തെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യനായി ഒരു ഇന്ത്യക്കാരനും മാറില്ല എന്നാണ്. ഇന്ത്യയിൽ എന്തെല്ലാം മിസ്സങ്ങൾ ഉണ്ടാകുന്നു. ലോകത്തിലെ രാഷ്ട്രീയത്തെ നിങ്ങൾ വിലയിരുത്തി നോക്കൂ. ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന സാമ്രാജ്യത്വം ഒരു ഭാഗത്ത്, വെനിൻസുലയിൽ അമേരിക്കൻ പട്ടാളം ഇറങ്ങിയിട്ട് വെനിൻസുലയുടെ പ്രസിഡന്റിനെ അവിടെ നിന്ന് വാഷിംഗ്ടണിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഭരണകൂടങ്ങൾ അന്താളിപ്പിൽ നിൽക്കുന്നു. ഡൊണാൾഡ് ട്രംപ് മണ്ണിനടിയിൽ കിടക്കുന്ന ക്രൂഡ് ഓയിലിനെയും എണ്ണയെയും അത് സ്വന്തം പോക്കറ്റിലാക്കാൻ, സ്വന്തം ബാങ്കിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ നറേറ്റീവ് ഉണ്ടാക്കിയിട്ട് വെനിൻസുല പ്രസിഡന്റിനെ റാഞ്ചി കൊണ്ടുപോകുന്ന വാർത്തകളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നാം കാണുന്നത്. അതൊരു പൊളിറ്റിക്സ് ആണ്. ഇറാഖിലേക്ക് കടന്നു വരുന്ന അമേരിക്കൻ പട്ടാളം അവർ ഇറാഖിലേക്ക് കാലുകുത്തിയപ്പോൾ പറഞ്ഞത് യുവർ സോയിൽ ആൻഡ് അവർ ഓയിൽ എന്നാണ്. ഇത് നിങ്ങളുടെ മണ്ണാണെങ്കിൽ ഇവിടെയുള്ളത് ഞങ്ങളുടെ എണ്ണയാണ് എന്നാണ്. ആക്രമണത്തിൻ്റെ ഒരു സാമ്രാജ്യത്വത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് കാണാൻ സാധിക്കും. അതേ അമേരിക്കയിൽ, അതേ വാഷിംഗ്ടണിൽ മേയറായി കടന്നു വന്ന സൊഹ്റാൻ മംദാനിയുടെ ശ്രദ്ധേയമായ പ്രസംഗത്തിൽ മംദാനി പറയുന്നുണ്ട്, ഐ ആം എ മുസ്ലിം. ഡൊണാൾഡ് ട്രംപിന്റെ മൂക്കിലേക്ക് ചൂണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ചൂണ്ടിയിട്ട്, അതിലേറെ അദ്ദേഹത്തിന്റെ ഐഡിയോളജിയിലേക്ക് ചൂണ്ടിയിട്ടാണ് സൊഹ്റാൻ മംദാനി അനമിനൽ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്, ഐ ആം എ മുസ്ലിം എന്ന് ധൈര്യസമേതം പറയുന്നത്. ഇതാണ് രാഷ്ട്രീയം. ആഡം സ്മിത്ത് കൊണ്ടുവരുന്ന ക്യാപിറ്റലിസം വേറൊരു ഭാഗത്തുണ്ട്. ക്യാപിറ്റലിസത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ഇരകളായി ലോകരാജ്യത്തിലെ യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സൊഹ്റാൻ മംദാനി പറയുന്നത് ഖുർആൻ ഈസ് മൈ മാനിഫെസ്റ്റോ എന്നാണ്. ഖുർആൻ ഈസ് മൈ മാനിഫെസ്റ്റോ. ബാരക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ പരമോന്നത നീതി നിർമ്മാണ സഭയായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളുടെ പേര് കീത്ത് എലിസൺ എന്നാണ്. കീത്ത് എലിസൺ അമേരിക്കൻ പാർലമെന്റിലേക്ക് ഒരു ഗ്രന്ഥവുമായി കടന്നു വരുന്നു, ഒരു ബ്ലാക്ക് ബുക്ക്. ആ ബ്ലാക്ക് ബുക്കിന്റെ ചട്ടയിൽ എഴുതി വെച്ചിട്ടുണ്ട് ദ ഹോളി ഖുർആൻ. ഹോളി ഖുർആനുമായിട്ട് കീത്ത് എലിസൺ കടന്നു വന്ന് അദ്ദേഹം അമേരിക്കൻ പാർലമെന്റിൽ അവിടുത്തെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയിൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ദിസ് ഇസ് മൈ മാനിഫെസ്റ്റോ, ഇതാണ് എൻ്റെ മാനിഫെസ്റ്റോ. അമേരിക്കയുടെ മുൻ തലവൻ തോമസ് ജെഫേഴ്സന്റെ ലൈബ്രറി അഗ്നിക്കിരയാക്കപ്പെടുന്ന സന്ദർഭത്തിൽ അത് കയ്യിൽ കിട്ടാതെ പല പുസ്തകങ്ങളും അഗ്നിക്കിരയാക്കപ്പെടുമ്പോൾ നശിക്കാതെ കിടന്ന പുസ്തകത്തിന്റെ കൂട്ടത്തിൽ നിന്ന് തോമസ് ജെഫേഴ്സൺ വായിച്ചിരുന്ന വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ടാണ് കീത്ത് എലിസൺ അമേരിക്കയുടെ പാർലമെന്റിൽ വന്നുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. ലോകത്ത് ഐഡിയോളജിക്കൽ ഫൈറ്റ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രൊഫൈലിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഉയരണം. I strongly believe that this profile will be a strong determinant, a strong political and religious determinant for you to move forward. നിങ്ങളെ ഭാവിയിലേക്ക് മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തിയായി ഈ പ്രൊഫൈലിന്റെ പ്രമേയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരേണ്ടതുണ്ട്. ലോകത്ത് സാമ്രാജ്യത്വം ഒരു ഭാഗത്ത്, ഇന്ത്യൻ ഫാസിസം മറ്റൊരു ഭാഗത്ത്, സയോണിസം മറ്റൊരു ഭാഗത്ത്, 76,000 മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയ ഇസ്രയേലിന്റെ സയോണിസ്റ്റ് ഭീകരത ഫലസ്തീനിൽ നൃത്തമാടുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫലസ്തീനികളുടെ ഒരു ചിത്രം കാണുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഓരങ്ങളിൽ കണ്ണുനീർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ മനസ്സാക്ഷിയുടെ രാഷ്ട്രീയമാണ്, നമ്മുടെ പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇത്തരം അക്രമകരമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് ലിബറൽ വാദമുണ്ട്, നിരീശ്വരവാദമുണ്ട്, നിർമ്മതവാദമുണ്ട്, യുക്തിവാദമുണ്ട്, നവയുക്തിവാദമുണ്ട്, ദൈവനിഷേധ പ്രസ്ഥാനങ്ങളുടെ കടന്നുവരവുണ്ട്. അവിടെ ഐ ആം എ മുസ്ലിം എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിങ്ങളുടെ ഒരു മതപരമായ പ്രഖ്യാപനമാണ്, നിങ്ങളുടെ ഒരു രാഷ്ട്രീയപരമായ പ്രഖ്യാപനമാണ്. ഇത് നിർവഹിക്കാനുള്ള ഒരു മനസ്സ്, നെഞ്ചൂക്ക്. ലോകത്ത് മലയാളത്തിൽ നമ്മളെ പിടിച്ചു കുലുക്കുന്ന ചില പദങ്ങളുണ്ട്. നെഞ്ചൂക്ക് ഹിന്ദിയിൽ പറയാറുണ്ട്, ഹിന്ദുസ്ഥാനി ഭാഷയിൽ പറയാറുണ്ട്, യേ വക്ത് കി ആവാസ് ഹേ, ഇത് കാലഘട്ടത്തിന്റെ ശബ്ദമാണ്. ക്യാമ്പസിലേക്ക് പോകുന്ന കുട്ടികൾ രാഷ്ട്രീയരഹിതമായി, പ്രത്യയശാസ്ത്രരഹിതമായി ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന ആധുനിക തലമുറയുടെ മുന്നിൽ ഇന്നഹാദൽ ഖുർആന, നേരത്തെ ഇവിടെ ഓതിക്കേൽപ്പിക്കപ്പെട്ട ആയത്തുണ്ടല്ലോ, ഞാൻ ഖുർആനിന്റെ വക്താവാണ്, എനിക്ക് വേണ്ടത് ഈ ഖുർആനാണ്. എൻ്റെ മുമ്പിൽ IGM വിദ്യാർത്ഥികളുണ്ട്, നിങ്ങൾ പഠിക്കണം ജാനിസഫിന്റെ ചരിത്രം.
അമേരിക്കയിലെ അറിയപ്പെടുന്ന ഇസ്ലാം മത വിരുദ്ധ പ്രഭാഷണ വേദിയിൽ ശക്തമായി തിളങ്ങി നിന്ന ഒരാളായിരുന്നു ജാനിസഫ് പ്രവാചകനെ കുറിച്ച് പഠിച്ചു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി ഇറക്കപ്പെട്ട ആ പ്രവാചകന്റെ ചരിത്രം വായിച്ചുകൊണ്ട് ജാനിസഫ് അമേരിക്കയിലെ മുസ്ലിം വുമൻസ് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായി പ്രവാചക ജീവിതത്തെക്കുറിച്ച് 100-ലധികം പ്രഭാഷണം നടത്തിക്കൊണ്ട് അമേരിക്കൻ തെരുവോരങ്ങളിൽ വെസ്റ്റേണൈസേഷനെതിരെ ഇസ്ലാമിക് ഫണ്ടമെന്റലിസം എന്ന ഒരാശയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയയുടെ ആശയങ്ങൾ പാശ്ചാത്യ നാട്ടിൽ കടന്നു വന്നപ്പോൾ ജാനിസഫ് ആമിന അസിൽമി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഐഡിയോളജി ഡിക്ലെയർ ചെയ്യുകയാണ്. ഈ പ്രൊഫൈലിലൂടെ നിങ്ങൾ ചെയ്യുന്നത് യു ആർ ഡിക്ലെയറിംഗ് യുവർ ഐഡിയോളജി. ഇന്ത്യയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നമ്മൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ വേട്ടയാടി പിടിക്കുന്ന സങ്കുചിത ഫാസിസത്തിന്റെ, എന്താണ് ഫാസിസം? ഇറ്റ് ഈസ് എ ഫോം ഓഫ് റാഡിക്കൽ അതോറിറ്റേറിയൻ നാഷണലിസം. വംശീയതയിൽ അധിഷ്ഠിതമായ ദേശീയബോധത്തിനാണ് ഫാസിസം എന്ന് പറയാ. ഇന്ത്യ ആരുടെ മണ്ണാണ്? നിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുഭാഷ് ചന്ദ്രബോസ് എന്നൊരു വ്യക്തിയെ നിങ്ങൾ കേൾക്കാറുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് ആരാണ്? ജയ് ഹിന്ദ്. ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ ഏറ്റവും കൂടുതൽ ജയ് ഹിന്ദ് മുഴക്കിയ, എൻ്റെ രാജ്യത്തിനു വേണ്ടി രക്തം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിൻ്റെ മരണം ഒരു വിമാനയാത്രയിലാണ്. മരിച്ചിട്ടും മരിക്കാതെ ഇന്ത്യയുടെ യുവസമൂഹത്തിന് രാഷ്ട്രീയപരമായ ആവേശം നൽകുന്ന സുഭാഷ് ചന്ദ്രബോസ് ഒരു മതേതരവാദിയാണ്, ഒരു ബഹുസ്വരവാദിയാണ്. ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയുടെ പാർലമെന്റിന്റെ മുകളിൽ ഒരു വിശുദ്ധ ഖുർആന്റെ ആയത്താണ്, ഇന്നല്ലാഹ ലാ യുഅയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഅയ്യിറു മാ ബിഅൻഫുസിഹിം. ഇത് ഇന്ത്യയുടെ ഓൾഡ് പാർലമെന്റിന്റെ മുകളിലുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. നിങ്ങൾ താജ്മഹലിലേക്ക് നിങ്ങൾ നോക്കൂ. താജ്മഹൽ മുഗൾ പാരമ്പര്യത്തിന്റെ ശക്തമായ അടയാളമുള്ള ഡൽഹി, ആഗ്ര, ഫത്തേപൂർ സിക്രി, ഹുമയൂൺ ടോംബ്, താജ്മഹൽ, ഡൽഹിയിലെ തെരുവോരങ്ങൾ, ആഗ്രയിലെ തെരുവീതികൾ, ഇവിടെ മുഴുവൻ നമുക്ക് മുസ്ലിം രാജഭരണകൂടങ്ങളുടെ, മുഗൾ രാജപരമ്പരകളുടെ ചരിത്രം കാണാൻ സാധിക്കും. താജ്മഹലിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ വലതുഭാഗത്തെ മെയിൻ ഗേറ്റിൽ വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. ഇന്ന് ഇന്ത്യയിൽ ഫാസിസം പറയുന്നത് ഈ രാജ്യത്തിൻ്റെ പേര് മാറ്റുക എന്നാണ്. ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം വെളിച്ചം നൽകുന്ന നാട് എന്നാണ്. അയോധ്യ എന്ന വാക്കിന്റെ അർത്ഥം യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ്. ഹിന്ദു എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ ഉപദ്രവിക്കരുത് എന്നാണ്. മുസൽമാൻ എന്ന വാക്കിന്റെ അർത്ഥം അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്നാണ്. ഇങ്ങനെ പറയുന്ന ഒരു ഇന്ത്യ, കപിലന്റെയും കനാദന്റെയും മാധവന്റെയും തുക്കാറാമിന്റെയും തുളസിദാസിന്റെയും ജയദേവന്റെയും അബുൽ കലാം ആസാദിന്റെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും അങ്ങനെ എണ്ണി പറഞ്ഞാൽ ധീരമായ പോരാളികളുടെ ആവേശോജ്വലമായ ആശയ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഇന്ത്യ. അതുകൊണ്ട് നിങ്ങൾ പൊളിറ്റിക്കൽ ആവണം. പണ്ഡിറ്റ് നെഹ്റു, ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു പറയുന്നുണ്ട്, എ പൊളിറ്റീഷ്യൻ ഷുഡ് എഡ്യൂക്കേറ്റ് ദ മാസ്. ഒരു രാഷ്ട്രീയക്കാരന്റെ ദൗത്യം, പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് ഉള്ള ഒരു മനുഷ്യന്റെ ദൗത്യം ടു എഡ്യൂക്കേറ്റ് ദ മാസ്. പ്രൊഫൈലിന് വന്ന നിങ്ങൾ പോകുന്ന നാടുകളിലേക്ക്, ക്യാമ്പസുകളിലേക്ക്, അവിടെയുള്ള മനുഷ്യരോട് നിങ്ങൾ മതം സംസാരിക്കണം, മതേതരത്വം സംസാരിക്കണം, ഫാസിസ്റ്റ് വിരുദ്ധ മനസ്ഥിതി നിങ്ങൾ പ്രഖ്യാപിക്കണം. അങ്ങനെ യു ആർ പൊളിറ്റിക്കലി എനർജൈസ്ഡ്, യു ആർ പൊളിറ്റിക്കലി എംപവേർഡ്. ഞങ്ങൾ രാഷ്ട്രീയപരമായി എംപവർമെൻ്റ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ സമയം അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രൊഫൈൽ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ അഭിമാനകരമായി നിലകൊണ്ട ഒരു വ്യക്തിത്വമുണ്ട്. കൊടുങ്ങല്ലൂരിൽ ജനിച്ച KM സിദി സാഹിബ്. പഠനകാലത്ത് നന്നായി പഠിക്കുമായിരുന്നു, തികഞ്ഞ മതേതര വിശ്വാസിയായിരുന്നു, നല്ല പ്രഭാഷകൻ, നല്ല പരിഭാഷകൻ. ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം KM സിദി സാഹിബാണ് പരിഭാഷപ്പെടുത്തിയത്. ഗാന്ധിജി പറഞ്ഞു, ദ ബെസ്റ്റ് ട്രാൻസ്ലേറ്റർ ഐ ഹാവ് എവർ വിറ്റ്നസ്ഡ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല പരിഭാഷനാണ് താങ്കളെന്ന് ഗാന്ധിയുടെ അഭിവാദ്യം ഏറ്റുവാങ്ങിയ KM സിദി സാഹിബ്. അവിഭക്ത ബംഗാളിൻ്റെ പ്രധാനമന്ത്രി ഫദലുൽ ഹക്ക് അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് 27 വയസ്സുകാരനായ KM സിദി സാഹിബായിരുന്നു. 27 വയസ്സ്. അദ്ദേഹത്തെക്കുറിച്ച് ഫദലുൽ ഹക്ക് ചരിത്രത്തിൽ എഴുതി വെച്ചത് ഹി ഈസ് ദ ട്രാൻസ്ലേറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ ട്രാൻസ്ലേറ്റർ മുഖ്യനാണ് KM സിദി സാഹിബ് എന്നാണ്. കേരള നിയമസഭയിലെ മുഴുവൻ പുസ്തകങ്ങളും വായിച്ച, കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗം നടത്തിയ, മദ്രാസ് നിയമസഭയിലേക്ക് 2 വട്ടം തെരഞ്ഞെടുക്കപ്പെട്ട, കേരളത്തിലെ ഏറ്റവും വലിയ സ്പീക്കറായി അറിയപ്പെടുന്ന, ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനു വേണ്ടി പോരാടിയ, ഇവിടെ പത്രങ്ങളിൽ ലേഖനമെഴുതിയ, മാതൃഭൂമിയിൽ ലേഖനമെഴുതിയ, ഡെക്കാൻ ടൈംസിൽ ലേഖനമെഴുതിയ, ഈ രാജ്യത്തിൻ്റെ പാവങ്ങൾക്ക് വേണ്ടി സംസാരിച്ച രാജ്യാന്തര പ്രശസ്തനായ KM സിദി സാഹിബ് ക്യാമ്പസിൽ പഠിക്കുമ്പോഴാണ് മഹാദേവ അയ്യർ ഗോൾഡ് മെഡൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നത്. മഹാദേവ അയ്യർ ഗോൾഡ് മെഡൽ തൻ്റെ ക്യാമ്പസിൽ
ക്ലാസ്സിലെ നൂറുകണക്കിന് കുട്ടികൾക്കിടയിൽ വെളുത്ത് ഏറ്റവും മനോഹരമായി കാണപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മുഖം അധ്യാപകർക്ക് എപ്പോഴും പുഞ്ചിരിയോടെ അദ്ദേഹം നൽകുമായിരുന്നു. മതപരമായ അകൽച്ചയില്ലാതെ സാംസ്കാരികമായ അകൽച്ചയില്ലാതെ തൻ്റെ കൺമുമ്പിലുള്ളവരോട് പുഞ്ചിരിക്കുന്ന KM സീതിക്ക് മഹാദേവ അയ്യർ ഗോൾഡ് മെഡൽ വാങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് നൽകുന്നത് മോട്ടിവേഷനാണ്. നിങ്ങളുടെ മോട്ടിവേഷന് വേണ്ടി നിങ്ങളെ കൊണ്ടുപോകുന്ന പല രാജ്യങ്ങളുമുണ്ട്. എന്നാൽ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഇന്നലകളുടെ ബാസുരമായ ശക്തമായ ആശയപരമായ പ്രതലങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്കവിടെ യഥാർത്ഥ KM സീതി സാഹിബിനെ കാണാൻ സാധിക്കും. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കാണാൻ സാധിക്കും. വക്കം മൗലവിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആധുനിക ഇന്ത്യയുടെ ഭൂപടത്തെ വലിച്ചു കീറി വിഭജനത്തിന്റെ ആശയം ഇവിടെ വിത്തുവാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസത്തോട് പ്രിയപ്പെട്ടവരെ നമുക്ക് പോരടിക്കേണ്ടതുണ്ട്. മതേതര മനസ്സോടെ ഒരേ സമയം മതവാദിയും ഒരേ സമയം മതേതരവാദിയുമായി പോരാടാൻ നമുക്ക് സാധിക്കണം. കൊച്ചു കേരളത്തിലെ വലതുഭാഗത്ത് സഹ്യപർവ്വതവും ഇടതുഭാഗത്ത് കടലുമായി അതിൻ്റെ ഇടയിൽ സുരഭിത തളിരിതമായ ഈ കേരളത്തിൻ്റെ മണ്ണിൽ വംശീയതയുടെ വാക്ക് പറയുന്നവരോട് ഇല്ല. ഈ കേരളം ബഹുസ്വരമാണ്, ഈ കേരളം മതേതരമാണ്, ഈ കേരളം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് പുതിയ കാലത്തെ വക്ത് കി ആവാസ് ഹേ, ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി നിങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രൊഫൈൽ ഒരു പുതിയ ഡിറ്റർമിനേഷൻ, ഒരു പുതിയ ഡിറ്റർമിനൻ്റായി നിങ്ങളുടെ മതവൽക്കരണത്തിലേക്കും നിങ്ങളുടെ മതേതരവൽക്കരണത്തിലേക്കും നിങ്ങൾക്ക് ശക്തമായ ആശയപരമായ ഉൾക്കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.